നമസ്കാരം. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. കഥ എന്ന് പറയുമ്പോൾ എല്ലാവരും കേട്ട കഥ തന്നെയാണ്. പക്ഷെ ആ കേട്ട കഥയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്തയിലൂടെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കഥ എല്ലാവർക്കും ചിലപ്പോൾ കേട്ടവരുണ്ടാകാം. ആ കഥ ഞാൻ തൽക്കാലം സൂചിപ്പിച്ചിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് ഒരമ്മയും മകളും. മകള് വളരെ ടെൻഷനിൽ, വളരെ ബുദ്ധിമുട്ട്, ഏത് കാര്യത്തിനും ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരു മകള്. ആ മകളോട് മകൾ അമ്മയോട് പരാതി പറയുന്ന സമയത്ത് ആ അമ്മയുടെ പ്രതികരണം എന്ന് പറയുന്നത്, അമ്മ പറഞ്ഞു, ശരി മോള് അകത്തേക്ക് വാ, അടുക്കളയിലേക്ക് വാ, ഞാൻ നിനക്ക് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ 3 പാത്രം എടുക്കാൻ പറഞ്ഞു. 3ലും വെള്ളം നനയ്ക്കാൻ പറഞ്ഞു. 3 പാത്രത്തിലായിട്ട് 3 തരത്തിലുള്ള, അതായത് പച്ചവെള്ളം നിറച്ചു. പച്ചവെള്ളം നിറച്ച ശേഷം ഈ മോളോട് അമ്മ പറഞ്ഞു, ഒന്നിൽ നീ ഉരുളക്കിഴങ്ങും, ഒന്നിൽ നീ മുട്ടയും, ഒന്നിൽ നീ കാപ്പിപ്പൊടിയും, ഈ 3 ഇട്ടിട്ട് ഈ വെള്ളത്തെ തിളപ്പിക്കുക. മകള് അതുപോലെ തന്നെ അനുസരിച്ചു. ഒന്നില് ഉരുളക്കിഴങ്ങും, ഒന്നില് മുട്ടയും, ഒന്നില് കാപ്പിപ്പൊടി. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ അമ്മ പറഞ്ഞു, ഈ 3 നീ എടുക്കുക, അല്ല 3 ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഉരുളക്കിഴങ്ങ് ആദ്യം വളരെ ഹാർഡായിരുന്നു. പക്ഷേ അത് വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച സമയത്ത് അതിന് മാർദ്ദവത്വം കൈവന്നു. എന്നാൽ മുട്ടയാകട്ടെ ആദ്യം ലൂസായിരുന്നു, എന്നാൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് അത് ഖരാവസ്ഥയിലേക്ക് മാറി, അതായത് ഉറച്ചു. അതേസമയം കാപ്പിപ്പൊടിയാണെങ്കിൽ ആ വെള്ളത്തിൽ ലയിച്ചു ചേർക്കും. ഇതിൽ നിന്ന് നിനക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, ഈ കഥ നിങ്ങൾ കേട്ടതായിരിക്കാം. പക്ഷെ ഇതിൻ്റെ ഈ അമ്മ പറയുന്നതിന് മറുപരമായിട്ട് ഒരു ഉത്തരം മകൾ പറയുന്നുണ്ട്. അതാണ് ഇതിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അങ്ങനെ ആ 3 അവസ്ഥ, അതായത് ഒരേ അവസ്ഥയിലൂടെ 3 സാധനങ്ങൾ കടന്നു പോകുമ്പോൾ 3 തരത്തിലാണ് അതിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എന്ന് ഈ അമ്മ മകൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിൽ ഏത് വേണമെങ്കിലും നിനക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ കഥ അവസാനിപ്പിക്കുന്നത്. പക്ഷെ ഈ മകൾ പറഞ്ഞ ഉത്തരത്തെ ആരും പുറമെ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ മകള് അമ്മയോട് അതിമനോഹരമായ ഒരു ഉത്തരം പറയുന്നുണ്ട്. അമ്മേ, ഈ 3 സാധനവും ഒരേ സാഹചര്യത്തോടുകൂടെ കടന്നു പോകുമ്പോൾ 3 തരത്തിലാണ് അതിനെ പ്രതികരിച്ചത്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇതിൽ ഒരു വ്യത്യാസമുണ്ട്. 3 സാധനങ്ങളാണ്. ഒരിക്കലും ഉരുളക്കിഴങ്ങിനൊരു മുട്ടയോ, മുട്ടയ്ക്കൊരു കാപ്പിപ്പൊടിയോ, കാപ്പിപ്പൊടിക്കൊരു ഉരുളക്കിഴങ്ങോ ആയി മാറാൻ സാധിക്കില്ല. ഒരേ സാഹചര്യത്തിലൂടെ ആണെങ്കിലും വ്യത്യസ്തമായിരിക്കുന്ന വ്യക്തിത്വത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക്, വ്യത്യസ്തമായ അനുഭവ തലങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് അവർക്ക് അവരുടേതായ ആ നിലയിൽ മാത്രമേ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. ഉരുളക്കിഴങ്ങിന് ഉരുളക്കിഴങ്ങിന്റെ പോലെയും, മുട്ടയ്ക്ക് മുട്ടയുടേത് പോലെയും, കാപ്പിപ്പൊടിക്ക് കാപ്പിപ്പൊടിയുടെ പോലെയും മാത്രമേ അത് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കാപ്പിപ്പൊടിക്ക് ഉരുളക്കിഴങ്ങിനെ പോലെയോ, ഉരുളക്കിഴങ്ങിന് മുട്ടയെ പോലെയോ, മുട്ടക്ക് കാപ്പിപ്പൊടിയെ പോലെയോ അങ്ങനെ ഒന്നും കഴിയില്ല. സാഹചര്യമെല്ലാം ഇവിടെ പ്രശ്നം. ആ ഒരു വ്യക്തിത്വ ബോധമാണ്, അല്ലെങ്കിൽ ആ ഒരു
കടന്നു പോകാനുള്ള ആ വസ്തുവിന്റെ കഴിവിനെയാണ് അവിടെ കാണിക്കുന്നത്. അത് അതിന്റെ നേച്ചറാണ്. അതിന്റെ നേച്ചർ വിട്ട് അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണമോ അതിന്റെ സ്വഭാവമോ നമുക്കൊരിക്കലും ലഭിക്കില്ല. ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ അത് ഉള്ളതിലും ആടാണെങ്കിൽ ആരെങ്കിലും ആ ഉരുളക്കിഴങ്ങിനെ കറി വെക്കാൻ ഉപയോഗിക്കുമോ? ഇല്ലല്ലോ. അപ്പോ ഓരോന്നിനും അതിൻ്റെതായ സ്വഭാവമുണ്ട്. സാഹചര്യം അതിനെ മാറ്റപ്പെടുത്തും എന്നുള്ളത് മറ്റൊരു വസ്തുതയുമാണ്. എങ്ങനെയാണോ ഉള്ളത് അതിനെ അതുപോലെ തന്നെ അതിൻ്റെ വ്യക്തിത്വത്തെ സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ, അല്ല അങ്ങനെയുള്ള ഒരു പ്രകൃതിയിൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ ഈ ഒരു വേറിട്ട ചിന്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.